ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളും ഈ പറഞ്ഞ മാതിരി ഒരുപാട് നന്നായി വരണം എന്ന് ആഗ്രഹിച്ചാണ്. കാരണം എൻ്റെ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ അടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. രണ്ടുപേരും ഇത് നന്നായി പോണമെന്ന് 100% ആഗ്രഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു പോയിന്റ് കുറച്ചങ്ങ് കഴിഞ്ഞ് വന്നപ്പോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോസ്റ്റ് ഒന്നും ഇടൂലല്ലോ അത്രയും വിശ്വസിച്ച്. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു. അമൃത സുരേഷ് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലെന്ന് അറിയാം. ഐഡിയ സ്റ്റാർ സിംഗറിൽ വെച്ച് തുടങ്ങിയ യാത്രയാണ് അമൃതയുടേത്. അന്ന് തൊട്ടേ മലയാളികൾക്ക് അമൃതയെ അറിയാം. പിന്നീട് വെറും 19-ാം വയസ്സിൽ സിനിമാ നടൻ ബാലയുടെ ഭാര്യയായി. ആ ബന്ധം പിന്നീട് ഡിവേഴ്സായി. അതിനുശേഷം മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഗോപി സുന്ദറുമായി പ്രണയത്തിലായി. ആ ബന്ധവും ബ്രേക്കപ്പായി. അങ്ങനെ എല്ലാ കാലത്തും വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു അമൃത സുരേഷ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബാലയുമായും ഗോപി സുന്ദറുമായിട്ടുള്ള ബന്ധങ്ങൾ അമൃത എന്നും വേട്ടയാടിയിരുന്നു. പ്രത്യേകിച്ച് ബാലയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ അമൃതയ്ക്ക് ഒരു വില്ലത്തി ഇമേജ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബാല അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അമൃതയ്ക്ക് വെറും 19 വയസ്സുള്ളപ്പോഴാണ് ബാലയുമായിട്ടുള്ള വിവാഹം കഴിയുന്നത്. ബാലയോടൊപ്പമുള്ള ജീവിതം നരക തുല്യമായിരുന്നു. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാലെങ്കിലും ഇയാൾ നന്നാവുമെന്ന് വിചാരിച്ചു. പക്ഷെ കാര്യം ഉണ്ടായില്ല. അങ്ങനെ ഇവർ തമ്മിൽ ലീഗലി ഡിവേഴ്സ് ആയി. പക്ഷെ ഡിവേഴ്സ് ആയതിനു ശേഷവും ബാല എന്താക്കി, ഇടയ്ക്കിടെ ഓരോ ചാനലുകളിലും വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കും. ഇന്റർവ്യൂവിൽ വന്നിരുന്ന് അമൃതയെയും മകളായിട്ടുള്ള പാപ്പുവിനെയും അപമാനിക്കുന്ന രീതിയിൽ ഓരോന്ന് ഇങ്ങനെ വിളിച്ചു പറയും. അമൃത ഒരു മോശം പെണ്ണാണ്, ഡിവേഴ്സിന് കാരണം അവളാണ് എന്നുള്ള ഒരു ഇമേജ് അയാൾ പബ്ലിക്കിന് മുന്നിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മകളായിട്ടുള്ള അവന്തിക എന്ന പാപ്പുവിന് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കുറച്ചു കാലം മുമ്പ് വൈറലായ പാപ്പുവിന്റെ ആ ലൈവ് വീഡിയോ പുറത്തു വരുന്നത്. അച്ഛനായ ബാലയെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ടാണ് അന്ന് പാപ്പു സംസാരിച്ചത്. അച്ഛനോട് തനിക്ക് യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഇല്ല എന്നും അച്ഛൻ ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പാപ്പു പറഞ്ഞു. പാപ്പുവിന്റെ ഈ ലൈവ് വീഡിയോ വൈറലായി. പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പാപ്പുവിന്റെ ലൈവ് വീഡിയോ കണ്ട ഭൂരിഭാഗം പേരും പാപ്പുവിനെ സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ബാലയുടെ വക ഒരു സെന്റ് വീഡിയോ കൂടി പുറത്തു വന്നതോടെ പാപ്പുവിനെതിരെയുള്ള സൈബർ അറ്റാക്ക് പിന്നെയും വർദ്ധിച്ചു. ഒരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ പാപ്പുവിനെ ആളുകൾ അറ്റാക്ക് ചെയ്തു. മാത്രവുമല്ല അമൃത പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് പാപ്പു ലൈവിൽ ഇരുന്ന് പറഞ്ഞത്. ഇത് അമ്മയും മോളും തമ്മിലുള്ള ഒരുമിച്ചുള്ള ഒത്തുകളിയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം യഥാർത്ഥത്തിലുള്ള ആളുകൾ കമന്റ് ചെയ്തതല്ല എന്നും ബാലയുടെ PR ടീമിന്റെ പണിയാണെന്നും പിന്നീട് ആക്ഷേപം ഉയർന്നിരുന്നു. എന്തായാലും സ്വന്തം മകളെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നത് നോക്കിയിരിക്കാൻ അമൃതയ്ക്ക് കഴിഞ്ഞില്ല. അവരും പ്രതികരണവുമായി രംഗത്ത് വന്നു. ബാല അത്രയും കാലം താൻ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അമൃത ഒരു അക്ഷരം വേണ്ടിയിരുന്നില്ല. എന്നാൽ അന്ന് അമൃത തന്റെ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. അമൃത പറഞ്ഞ പല കാര്യങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു. അതൊക്കെ അന്ന് തന്നെ പലരും കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബാലയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെയായിരുന്നു ഗോപി സുന്ദറുമായിട്ടുള്ള ബന്ധത്തിൽ അമൃതയ്ക്ക് നേരിടേണ്ടി വന്നത്. ഗോപി സുന്ദർ ബാലയെ പോലും ഉപദ്രവകാരി ഒന്നും ആയിരുന്നില്ല. പക്ഷെ ആൾക്ക് പെൺ വിഷയത്തിൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരാളുമായി അമൃത റിലേഷനായത് ഇവിടെ ആദ്യമേ ആർക്കും ഇഷ്ടമായില്ല. പിന്നീട് ഒരു കൊല്ലത്തോളം നീണ്ടു നിന്നതിന് ശേഷം ആ ബന്ധം പിരിയുകയും കൂടി ചെയ്തതോടെ ആളുകൾ അത് അങ്ങോട്ട് ആഘോഷാക്കി. ഒരു സ്ത്രീലമ്പടന്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ തന്നെ ആലോചിക്കേണ്ടേ ഇതൊക്കെ അമൃതായിട്ട് വരുത്തി വെച്ചതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ പലതും പറയാൻ തുടങ്ങി. നല്ല സൈബർ അറ്റാക്ക് ആയിരുന്നു അമൃതയ്ക്ക് അന്ന് നേരിടേണ്ടി വന്നത്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ വർഷങ്ങളായി. കഴിഞ്ഞ ദിവസം തന്റെ പുതിയ ആൽബമായിട്ടുള്ള പിഴയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടെ ഗോപി സുന്ദറുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചും അത് ബ്രേക്കപ്പ് ആയതിനെ കുറിച്ചുമെല്ലാം അമൃത മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ കണ്ടുനോക്കാം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, അയാളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നു. അയാൾക്കും നേരത്തെ ഞാൻ പറഞ്ഞ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞ പോലെ അയാൾക്ക് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് കെയർ ഉണ്ട് അമൃത. അതായത് ഒരാൾ അയാളുടെ അമ്മ മരണപ്പെട്ടപ്പോ അവരോടുള്ള എല്ലാ സ്നേഹവും ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ട് തോന്നി. അതായത് രണ്ടുപേര് പിരിഞ്ഞു പോയാലും അവരുടെ ഇടയിൽ കൊടുക്കുന്ന മ്യൂച്വൽ ബഹുമാനം, ഊഷ്മളത, അതൊരു മാതൃകയാണ്. അതൊരു നല്ല മാതൃകയാണ്. എനിക്കതൊന്ന് പറയണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അന്ന് ഏത് സമയത്താണ് ഒരു ഡിസിഷൻ എടുത്തത്, അന്ന് നമ്മൾ 100% ഇഷ്ടത്തോടെ ചെയ്തൊരു ഡിസിഷൻ ആയിരുന്നു. അന്ന് അവരുടെ അമ്മ എന്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞോണ്ടിരുന്നല്ലേ, അതൊരു കാലം കഴിയുമ്പോഴത്തേക്കും നീ പോടാ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് ശരിയല്ലല്ലോ. അപ്പോ അന്ന് എന്റെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു. അത് അവിടെ നിൽക്കുന്നുണ്ട്. അതിപ്പോഴും അവിടെ ഉണ്ടാവും. അത് ഗോപി സുന്ദറുടെ അമ്മ മരണപ്പെട്ട സമയത്ത് അമ്മക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് അമ്മയോടൊപ്പമുള്ള ഒരു ഫോട്ടോയും ചെറിയൊരു കുറിപ്പും അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അവതാരകനും അമൃതയും സംസാരിച്ചത്. ഏകദേശം 1.5 വർഷം മുമ്പാണ് ഗോപി സുന്ദറുടെ അമ്മ മരണപ്പെട്ടത്. ആ സമയത്ത് ഗോപിയും അമൃതയും ഒരുമിച്ചായിരുന്നില്ല. ബ്രേക്കപ്പ് ആയിട്ട് കുറെ കാലമായിട്ടുണ്ടായിരുന്നു. അമൃതക്കാണെങ്കിൽ ബ്രേക്കപ്പിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഗോപിയുടെ അമ്മ മരിച്ചപ്പോൾ അമൃത ആ അമ്മയെ ഓർത്തു എന്നുള്ളതാണ്. ഗോപിയെ സംബന്ധിച്ചിടത്തോളം അമ്മയായിരുന്നല്ല, അത് അമൃതക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അമൃത ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും. ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞാലും അമ്മ എന്നും അമ്മ തന്നെയല്ലേ എന്നാണ് അമൃത അതിനെ കുറിച്ച് പറയുന്നത്. അമൃതയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ മതി അവരുടെ സ്വഭാവത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി കേട്ടോ. അദ്ദേഹം അതേപോലെ തന്നെ ഭയങ്കര സ്ട്രെങ്ത് തരുന്ന ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പുള്ളിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളും ഈ പറഞ്ഞ മാതിരി ഒരുപാട്
നന്നായി വരണം എന്ന് ആഗ്രഹിച്ചാണ്. കാരണം എൻ്റെ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ അടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ആളും ഞങ്ങൾ രണ്ടുപേർക്കും മ്യൂസിക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് നന്നായി പോകണമെന്ന് 100% ആഗ്രഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു പോയിന്റ് കുറച്ചങ്ങ് കഴിഞ്ഞ് വന്നപ്പോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോസ്റ്റ് ഒന്നും ഇടൂലല്ലോ, അത്രയും വിശ്വസിച്ച്. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ നമ്മള് കുറെ വർഷത്തിന്റെ ഒരു എന്താ പറയാ വേദനയും ഡിസ്റെസ്പെക്റ്റും ഒരുപാട് എന്താ പറയാ ഉപദ്രവങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അതെനിക്കൊരു വലിയ കാര്യമായിരുന്നു. ആൻഡ് അത് അന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം. അമൃത പറഞ്ഞ ഈ പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കണം. ബാലയുമായി പിരിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഗോപി സുന്ദറുമായി അമൃത പ്രണയത്തിലാവുന്നത്. ബാലയുമായി പിരിഞ്ഞെങ്കിലും ബാല ഇടയ്ക്കിടെ ഇന്റർവ്യൂകളിലും മറ്റും വന്നിരുന്ന് അമൃതയെ കുറിച്ച് മോശമായി പറയാറുണ്ടായിരുന്നു. അന്നത്തെ ആളുകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അമൃത കാരണമായിട്ടാണ് ബാലയും അമൃതയും തമ്മിൽ ബ്രേക്കപ്പ് ആയത് എന്നുള്ളതാണ്. പണ്ട് ദിലീപും മഞ്ജു വാര്യറും പിരിഞ്ഞ സമയത്ത് എല്ലാവരും മഞ്ജുവിനെ ആയിരുന്നല്ലോ കുറ്റപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും. ആ സമയത്ത് ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. എന്ത് സംഭവിച്ചാലും അതൊരു പെണ്ണ് കാരണമായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്നത്. ആളുകളുടെ ഈ പൊതുബോധം അമൃതയെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. ബാലയുമായി ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഉണ്ടായ കുറെ മോശം അനുഭവങ്ങൾ, പിന്നീട് പിരിഞ്ഞതിന് ശേഷവും വേട്ടയാടുന്ന കുറെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഇടയിലാണ് ഗോപി സുന്ദർ അമൃതയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ പെൺവിഷയത്തിൽ ഗോപിയെ കുറിച്ച് ആളുകൾക്ക് അത്ര നല്ല അഭിപ്രായം എല്ലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അമൃത ഗോപിയുമായി റിലേഷനിലായി എന്നറിഞ്ഞതോടെ ആളുകൾ പലതരത്തിലും അമൃതയെ വിമർശിക്കാൻ തുടങ്ങി. അമൃതയും ഗോപിയും ഒരുമിച്ച് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ പോലും ആളുകൾ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അമൃതയാണെങ്കിൽ കുറെ വർഷത്തിന് ശേഷം ഒരു റിലേഷനിലായതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ കാട്ടിക്കൂട്ടലുകളിലും കാണാമായിരുന്നു. അതിനെക്കുറിച്ചാണ് അമൃത ഇപ്പൊ പറഞ്ഞത്. ഒരുപാട് കാലത്തെ വേദനകൾക്കൊടുവിൽ കിട്ടിയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, അതിനൊരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഗോപിയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞ സമയത്ത് ഇതേ എക്സൈറ്റ്മെന്റ് തന്നെ അമൃതക്ക് ഭാര്യയായി മാറി എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു രണ്ടുപേരും കൂടി ഇവിടെ കാണിച്ചു കൂട്ടിയിരുന്നത്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഗോപി നിന്നെയും പറ്റിച്ചില്ലേ? അവൻ പണ്ടേ ഉടായിപ്പാണ്, അത് അറിഞ്ഞിട്ടും ഞാൻ അവന്റെ കൂടെ പോയതല്ലേ, അനുഭവിച്ചോ തുടങ്ങിയ പലതരത്തിലുള്ള കമന്റുകളായിരുന്നു അമൃതക്ക് നേരിടേണ്ടി വന്നത്. എന്റെ അഭിപ്രായത്തിൽ അമൃത ഗോപി സുന്ദറുമായ റിലേഷനിലായതിലും അതുപോലെ അന്ന് അങ്ങനെ എക്സൈറ്റ്മെന്റ് കാണിച്ചതിലും ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. കാരണം ഒരുപാട് കാലത്തെ വേദനകൾക്കൊടുവിൽ കുറച്ച് സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടുമ്പോൾ ആരായാലും അതിൽ വീണു പോകും, എക്സൈറ്റഡ് ആവും. പിന്നെ ഗോപിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായി റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കുറച്ചു കാലം ഒരാളെ കൊണ്ട് നടക്കും, പിന്നെ വേറൊരാൾ. അങ്ങനെ ആയിരുന്നു ഗോപിയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് വരെ ഗോപിയുടെ കൂടെ ജീവിച്ച ഒരൊറ്റ സ്ത്രീ പോലും അയാൾക്കെതിരെ എന്തെങ്കിലും മോശമായി പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അമൃതയാണെങ്കിലും അന്നും ഇന്നും ഗോപിയെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞതേ ഞാൻ കേട്ടിട്ടുള്ളൂ. സോ അങ്ങനെ ഒരാളുമായി റിലേഷൻ ആയതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഗോപിക്ക് പണി അറിയാം, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ടാലന്റിനേക്കാൾ കൂടുതൽ ആ സമയത്ത് ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഒരു മകനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ നമ്മള് മുമ്പോട്ട് വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അത് പറയാന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടേക്ക് സൂം ചെയ്യണം, അതായത് ബോഡിയിലേക്ക് സൂം ചെയ്യണം. അപ്പൊ ഗോപി സുന്ദർ സാർ വന്നിട്ട് പറഞ്ഞു ഒന്നും. ആ സമയത്തൊക്കെ ശരിക്കും എന്താ പറയാ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു വ്യക്തി ചിലപ്പോ എന്റെ ലൈഫിൽ വന്നത് അച്ഛന് ചിലപ്പോ ഒരു മരുമകൻ കർമ്മങ്ങൾ ചെയ്യാനും കൊള്ളി വെക്കാനും ഒക്കെ യോഗ ഉണ്ടായിരുന്നുണ്ടാവും. ആ ഒരു വർഷത്തിന് വേണ്ടി മാത്രം അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോയാൽ അത് ഇപ്പൊ ഉള്ള ഒരു സ്നേഹം ബഹുമാനം ഇല്ലാണ്ടാവുന്നു. പിന്നെ അത് ചീഞ്ഞ് അടിയായി എന്തിനാ അങ്ങനെ പോണേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ്, വേണ്ട. ഇപ്പോഴും വൺസ് ഇൻ എ വൈൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോ ഹാപ്പി ബർത്ത്ഡേ, ദേഷ്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഒരു നമ്മൾ അവസാനിപ്പിച്ച ഒരു വികാരം വീണ്ടും നമ്മൾ അത് കുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതവിടെ കഴിഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് അതേ വാമത്തോട് കൂടിയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷെ ഒരു സന്ദർഭം ഉണ്ടാവുമ്പോ മെസ്സേജ് ചെയ്യും. അങ്ങനെ ക്രിസ്മസ്, ന്യൂ ഇയർ, ബർത്ത്ഡേക്കൊക്കെ വരുമ്പോ അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗോപി സുന്ദറുമായി ഇപ്പോഴും ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് അമൃത പറയുന്നത്. അല്ല, നല്ല രീതിയിൽ പിരിഞ്ഞവർക്ക് മാത്രമേ അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യയും ഗോപി സുന്ദറും തമ്മിൽ വ്യത്യസ്തരാകുന്നത് ഇവിടെയാണ്. എന്തായാലും ഈ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ പോലും ഗോപി സുന്ദറുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അമൃതയെ കുറ്റപ്പെടുത്തി ഒരുപാട് കമന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ചിലത് ഞാൻ വായിച്ചുതരാം. ഗോപി സുന്ദറിനൊപ്പമുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത്രയധികം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. മലയാളികൾക്ക് കൊടുത്ത പുട്ടും മുട്ടയും ആരും മറന്നിട്ടുണ്ടാവില്ല. ഗോപി സുന്ദർ ആദ്യം ഭാര്യയെ ചതിച്ചു, അഭയ എന്ന സ്ത്രീയെ കൂട്ടി. നിങ്ങൾ കൊച്ചുകുട്ടിയല്ല, അവരെയും ചതിച്ചു ആണ് നിങ്ങളെ കൂടെ വരുന്നത്. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു. അമൃത ഗോപി സുന്ദറിനെ കിട്ടിയപ്പോൾ നിലത്തൊന്നും നിന്നില്ല. എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ജനങ്ങളെതിരായത്. പ്രണയിക്കുന്നത് തെറ്റല്ല, പക്ഷെ മീഡിയക്ക് മുന്നിൽ വന്ന് ഓവർ റൊമാൻറ്റിക് ആവരുത്. നമ്മളായിരുന്നാൽ മതി. കല്യാണം കഴിഞ്ഞ നാളുകളിലെ അഭിമുഖങ്ങൾ നിങ്ങൾ മറന്നു കാണില്ലല്ലോ അല്ലേ? ഗോപി സുന്ദറിനെ പോലുള്ള ഒരു പെണ്ണ് പിടിയൻ അലവലാതിയുടെ പിറകെ പോയത് വളരെ നല്ല തീരുമാനം. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഗോപിയും അമൃതയും വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായി. ഇപ്പൊ
ഇപ്പോഴും ആ ബന്ധത്തിന്റെ പേരിൽ ആളുകൾ അമൃതയെ വേട്ടയാടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ല, അടഞ്ഞ അധ്യായമല്ലേ. ഗോപിയുടെ വഴിക്ക് പോയി, അമൃത അവരുടെ വഴിക്കും പോയി. ഇനിയും അമൃത പണ്ട് ഗോപിയുടെ കൂടെ ജീവിച്ചതും പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.